കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9, തിരുവചനങ്ങൾ 32 മുതൽ. അക്കാലത്ത് പിശാച് ബാധിതനായ ഒരു ഊമയെ ജനങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ ഫരിസേയർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആമോസും ഹോസിയായും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 2 പ്രവാചകരാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ് വായിച്ചു കേട്ടത്. ഈ ആഴ്ചയിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നത് ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. പലയിടങ്ങളിൽ നിന്നായിട്ട് കർത്താവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധമാണ് ഹോസിയ പ്രവാചകൻ പറയുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇസ്രായേൽ ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസ്തതയെ കർത്താവ് അവിശ്വസ്തത എന്നല്ല വിളിക്കുന്നത്, വേശ്യാവൃത്തി എന്നാണ് വിളിക്കുന്നത്. ഒരു വിവാഹബന്ധത്തിൽ ഒരു ജീവിത പങ്കാളി തൻ്റെ ജീവിത പങ്കാളിയോട് കാണിക്കുന്ന അവിശ്വസ്തത പോലെയാണ് കർത്താവിൽ നിന്ന് ഇസ്രായേൽ അകന്നു പോകുമ്പോൾ എന്നാണ് ദൈവം പറയുന്നത്. അവർ എനിക്കെതിരെ വേശ്യാവൃത്തി ചെയ്തു എന്ന് പറയുമ്പോൾ അവർ എന്നെ മറന്ന് മറ്റ് വിഗ്രഹങ്ങളെ അവർക്ക് ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായിട്ട് കരുതി എന്ന് ദൈവം പറയുക. അതുകൊണ്ട് അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് കർത്താവ് ഹോസിയ പ്രവാചകനോട് ഒരു വേശ്യയെ വിവാഹം ചെയ്യണമെന്ന് പറയുന്നത്. അവർ തമ്മിലുള്ള വിവാഹബന്ധത്തിൽ തൻ്റെ ഭാര്യ തന്നോട് കാണിക്കുന്ന അവിശ്വസ്തതയാണ് ഇസ്രായേൽ ദൈവത്തോട് കാണിക്കുന്നതെന്ന് ഹോസിയ പ്രവാചകൻ വളരെ വേദനയോടെ തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനഭാഗത്തും ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൻ്റെ സമയത്തും എല്ലാം നമ്മൾ കേട്ടത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ ജനങ്ങൾ വിഗ്രഹങ്ങളെ ആശ്രയിക്കുന്നത്? നമ്മുടെ സാഹിത്യത്തിൽ പോലും കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്ന് പറഞ്ഞുകൊണ്ട് പല അർത്ഥതലത്തിൽ നിന്നുകൊണ്ടുള്ള വാചകങ്ങളൊക്കെ നമുക്കറിയാം. ഇന്ന് അത് തന്നെയാണ് പ്രതിവചന സങ്കീർത്തനത്തിൽ ദൈവം ചോദിക്കുന്നത്. അവർക്ക് കണ്ണുണ്ട് പക്ഷെ കാണുന്നില്ല, ചെവിയുണ്ട് കേൾക്കുന്നില്ല, കൈയുണ്ട് സ്പർശിക്കുന്നില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ അതിൽ ആശ്രയിക്കുന്നത്? കാരണം ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്ന വചനം ഇതാണ്, അവർ കാറ്റ് വിതച്ചു, അവർ കൊടുങ്കാറ്റ് കൊയ്തു. എന്താണ് അവർ വിതച്ച കാറ്റ്? അവർ ദൈവത്തെ മറന്ന് അന്യദേവന്മാരുടെ പിന്നാലെ പോയി, വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി. എന്താ പറയുന്നുണ്ട്? അവർ കാളക്കുട്ടിയെ നിർമ്മിച്ചു, അവരുടെ കാളക്കുട്ടി ഞാൻ തകർത്തെറിയും. അവർ കൊയ്ത കൊടുങ്കാറ്റ് എന്താണ്? അവർക്ക് വലിയൊരു നാശം സംഭവിക്കുവാണ്. അവരുടെ വിഗ്രഹാരാധന അവരെ വീണ്ടും അടിമത്തത്തിലേക്ക്, അസിറിയക്കാരുടെ അടിമത്തത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ കൊണ്ടുചെന്ന് എത്തിച്ചു. അവരുടെ അവിശ്വസ്തതയിൽ അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചു, അവർ കാറ്റ് വിതച്ചു. അസീറിയാകുന്ന കൊടുങ്കാറ്റ് അവർ കൊയ്തെടുക്കേണ്ടി വന്നു. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഒറ്റ ചോദ്യത്തിന് നിങ്ങൾ 1-ാം പ്രമാണത്തിനെതിരായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും പറയുന്നോ, ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ കർത്താവിനേക്കാൾ അധികമായിട്ട് ഞാൻ ഹൃദയത്തിൽ പൂജിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് എളിമയോടെ ഇരുന്ന് അവലോകനം ചെയ്താൽ നമുക്കറിയാം കർത്താവിന് എത്രാമത്തെ റാങ്ക് ഉണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ. കർത്താവിനേക്കാൾ അധികമായിട്ട് ഞാൻ പൂജിക്കുന്ന, പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്ന, കർത്താവിനേക്കാൾ സ്ഥാനം കൊടുക്കുന്ന മറ്റു പലതും ഉണ്ടാകാം. അത് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, അത് ചിലപ്പോൾ ജോലിയായിരിക്കാം, സ്ഥാനമാനങ്ങളായിരിക്കാം, എൻ്റെ താല്പര്യങ്ങളായിരിക്കാം. ഒരുപക്ഷെ പ്രാർത്ഥനയെ മാറ്റി വെച്ചിട്ട്, ദൈവത്തെ മാറ്റി വെച്ചിട്ട് ഞാൻ എന്തിനു പ്രാധാന്യം കൊടുക്കുന്നോ അത് കർത്താവിൻ്റെ സ്ഥാനം എടുക്കുവാണ്. ഒരുപക്ഷെ എൻ്റെ ഏറ്റവും വലിയ വിഗ്രഹം എന്ന് പറയുന്നത് ഞാൻ തന്നെയായിരിക്കാം. എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ, ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകണമെന്ന ചിന്ത, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്നുള്ള ചിന്ത,
ഞാനാണ് ശരി എന്നുള്ള ചിന്ത, എൻ്റെ വാദഗതികൾ അല്ലെങ്കിൽ എൻ്റെ ചിന്തകളാണ് എപ്പോഴും കറക്റ്റ് എന്നുള്ള ചിന്ത, ഞാൻ എന്ന വ്യക്തിക്ക് അമിത പ്രാധാന്യം കൊടുക്കുമ്പോൾ അവിടെ നിന്നും പ്രിയമുള്ളവരെ നമ്മൾ മാറ്റിക്കളയുന്നത് കർത്താവിനെയാണ്. എളിമയില്ലാത്ത ഹൃദയത്തിൽ, അഹങ്കാരമുള്ള ഹൃദയത്തിൽ എപ്പോഴും ഒരു സ്വയം വിഗ്രഹമായിട്ട് പ്രതിഷ്ഠിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഈശോയുടെ തിരുസന്നിധിയിലിരിക്കുമ്പോൾ നമുക്ക് ആലോചിക്കാം, കർത്താവിനേക്കാൾ അധികമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന വിഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? അനാവശ്യമായി ചില കൂട്ടുകെട്ടുകളായിരിക്കാം, എൻ്റെ ചില ആശയങ്ങളും ഐഡിയോളജികളുമായിരിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എളിമപ്പെട്ട് അത് തെറ്റാണെന്ന് ഒരാൾ പറഞ്ഞാൽ അത് തെറ്റാണോ ഇല്ലയോ എന്ന് ചിന്തിക്കാൻ പോലുമുള്ള എളിമ നമുക്കില്ലെങ്കിൽ നമ്മളതിനെ ഒരു വിഗ്രഹം പോലെ കൈ കരുതി വെച്ചിരിക്കുക. വളരെ ഗൗരവമായിട്ട് നമുക്ക് ചിന്തിക്കണം. കാരണം ദൈവത്തിൽ ആശ്രയിക്കേണ്ട, ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട ഞാൻ ആശ്രയം വയ്ക്കുന്നത് ദൈവത്തെക്കാൾ ഉപരി മറ്റെന്തിനെങ്കിലും ആണെങ്കിൽ പ്രിയമുള്ളവരെ, അത് കൊടുങ്കാറ്റ് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നാശത്തെ കൊണ്ടുവരും എന്ന് ഹോസിയ പ്രവാചകനിലൂടെ കർത്താവ് പറയും. കാരണം പിശാചിൻ്റെ തന്ത്രം എന്താ? ദൈവത്തെ മറന്ന് മറ്റുള്ളതിനെ ആശ്രയിക്കുമ്പോൾ ഒരു സ്വല്പ സമയത്തേക്ക് സുഖമുണ്ടാവുന്നു, ലാഭമുണ്ടാവുന്നു, പക്ഷേ പിന്നീട് അത് വലിയ നാശത്തിലേക്ക് പോകുന്നു. ഇന്നത്തെ ആദ്യവായനയുടെ 2ാം ഭാഗത്തെ രസകരമായൊരു കാര്യം എന്താണ്? കർത്താവിനെ പ്ലീസ് ചെയ്യാനായിട്ട്, പ്രീതിപ്പെടുത്താനായിട്ട് ബലികൾ അർപ്പിക്കുന്ന ജനങ്ങളോടും കർത്താവ് പറയുന്നത് എന്താ? അവർ അധര വ്യായാമം ചെയ്യുകയാണ്. അവരുടെ ബലികൾ ഞാൻ സംപ്രീതനാകുന്നില്ല. കാരണം അവരുടെ ബലികൾ അവരെൻ്റെ കണ്ണിൽ പൊടിയിടാനായിട്ട് ചെയ്തു കൂട്ടുന്ന കുറേ കാര്യങ്ങൾ മാത്രമാണ്. അവരുടെ ഹൃദയം എന്നിൽ നിന്നും അകലെയാണ്. അവരുടെ ഹൃദയം എന്നിൽ നിന്നും അകലെയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നോക്കുന്നത് എപ്പോഴും ഹൃദയത്തിലേക്കാണ്. എൻ്റെ ആചാരങ്ങളെക്കാളോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കാളോ കർത്താവ് കാണുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ്. ഈ വ്യക്തിക്ക് എന്നോടുള്ള ഹൃദയാഭിലാഷം, സ്നേഹം, ആത്മാർത്ഥത എവിടെയാണ്? അപ്പം ഞാനും കർത്താവും തമ്മിലുള്ളൊരു ആത്മാർത്ഥമായ ഹൃദയബന്ധമാണ് എൻ്റെ വിശ്വാസവും എൻ്റെ ആത്മീയതയുമല്ല. ദൈവവുമായിട്ട് ഹൃദയത്തിൽ ഒരു അടുപ്പമില്ലാതെ എന്തിനോ വേണ്ടി ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും പ്രിയമുള്ളവരെ ലക്ഷ്യമില്ലാതെ പോവുകയാണ്. കർത്താവിനെ ഇത് പ്രീതിപ്പെടുത്തുന്നില്ല. നമ്മുടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെയും പെർഫെക്ഷൻ അല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് കർത്താവ് അളക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ കർത്താവ്, നമുക്കറിയാം, നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം വായിച്ചു കേൾക്കുന്നത് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്നാണ്. മത്തായി 5, 6, 7 അധ്യായങ്ങൾ കർത്താവിൻ്റെ മലയിലെ പ്രസംഗമായിരുന്നെങ്കിൽ 8ഉം 9ഉം അധ്യായത്തിൽ കർത്താവ് ചെയ്യുന്ന നിരവധിയായ 10 അത്ഭുതങ്ങളെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. വീണ്ടും 10ാം അധ്യായത്തിലേക്ക് കിടക്കുമ്പോൾ അപ്പസ്തോലിക ജീവിതത്തെക്കുറിച്ചുള്ള അടുത്ത പ്രഭാഷണത്തിലേക്ക് നമ്മൾ കടക്കുവാണ്. അപ്പോൾ ഇന്നത്തെ സുവിശേഷ ഭാഗം കർത്താവിൻ്റെ ഈ അത്ഭുത പ്രവർത്തനങ്ങളുടെ അവസാനത്തെ ഒരു ഭാഗമാണ്. 9ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്ത് പ്രതികരണമാണ് കർത്താവ് ചെയ്യുന്ന നന്മ പ്രവൃത്തികൾക്ക് കർത്താവിന് ലഭിക്കുന്നത്? ജനങ്ങൾ കർത്താവിനെ കുറിച്ച് വണ്ടടിച്ചു, അടിപൊളി, കൊള്ളാം അല്ലേ? കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ, കർത്താവ് ചെയ്യുന്ന വളരെ അതിശയകരമായ കാര്യങ്ങൾ കണ്ട് ജനങ്ങൾ വണ്ടടിച്ചു. കുറേയൊക്കെ അവർക്ക് അതിലൊരു ദൈവികത കാണാൻ സാധിച്ചു. കാരണം അവർ അതിനെ യുക്തിപരമായിട്ടോ അവർ ബൗദ്ധികമായിട്ടോ ഒന്നും വിശകലനം ചെയ്യാൻ പോയില്ല. അവർ ആ ഒരു പ്രവൃത്തിയുടെ മാഹാത്മ്യത്തിൽ നിന്നുകൊണ്ട് ഒരു പക്ഷേ ഒരു ദൈവികത ദർശിച്ചു. പക്ഷെ ഇവരെക്കാളൊക്കെ അധികമായിട്ട് മിശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്ന, വചനമറിയാമായിരുന്ന, ബുദ്ധിയുണ്ടായിരുന്ന, അറിവുണ്ടായിരുന്ന ഫരിസേരും നിയമജ്ഞരുമെല്ലാം എന്ത് ചെയ്തു? കർത്താവ് പിശാചിൻ്റെ തലവനെ കൊണ്ടാണ് ഇത് പുറത്താക്കുന്നത് എന്നുള്ളൊരു വാദഗതി ഉന്നയിക്കുക. നിങ്ങളാരെങ്കിലും എളിമയുടെ ലുത്തിനിയ ചൊല്ലിയിട്ടുണ്ടോ എന്നറിയത്തില്ല. ഇല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് ഒന്ന് ചൊല്ലാൻ നോക്കുന്നത് നല്ലതാണ്. ഇൻ്റർനെറ്റിലൊന്ന് തപ്പിയാൽ കിട്ടും എളിമയുടെ ലുത്തിനി, അല്ലെങ്കിൽ ലിറ്റിനി ഓഫ് ഹ്യൂമിലിറ്റി. അതിനകത്ത് നമ്മളെക്കാൾ അധികമായിട്ട് മറ്റുള്ളവർ പ്രശംസിക്കപ്പെടുന്നിടത്ത് അത് സ്വീകരിക്കാൻ കർത്താവേ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റുള്ളവർ എന്നേക്കാൾ വിശുദ്ധരാകാൻ, അല്ലെങ്കിൽ അവർ എന്നേക്കാൾ വിശുദ്ധരാകണം, ഞാൻ എൻ്റെ വിശുദ്ധിയിൽ നിലനിൽക്കുമ്പോൾ തന്നെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നേക്കാൾ അധികമായിട്ട് മറ്റുള്ളവർക്കുണ്ടാകുന്ന നന്മയിൽ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു എളിമ എനിക്ക് തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നെന്താണ് ഫരിസേയർക്ക് പറ്റുന്നത്? തങ്ങളുടെ വിശുദ്ധിയെ, തങ്ങളുടെ നീതീകരണത്തെ, തങ്ങളുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന മറ്റൊരാളെ കണ്ടപ്പോൾ അവർക്ക് സഹിച്ചില്ല. ആ വ്യക്തി എൻ്റെ വിശുദ്ധിക്ക് ഒരു വെല്ലുവിളിയാണ് എന്ന് കരുതുന്ന ആത്മീയത നമ്മുടെ ഉള്ളിൽ ചിലപ്പോഴുണ്ടാവാം. ആത്മീയമായ ഒരു അസൂയ,
ആത്മീയമായൊരു അഹങ്കാരം, അഹന്ത. കാരണം മറ്റൊരാൾ എന്നേക്കാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു, മറ്റൊരാൾ എന്നേക്കാൾ നന്നായിട്ട് ആത്മീയതയിൽ ജീവിക്കുന്നു, മറ്റൊരാളുടെ വിശുദ്ധി എൻ്റെ വിശുദ്ധിക്ക് ഒരു തടസ്സമാകാൻ പാടില്ല. അതുകൊണ്ട് അവരുടെ വിശുദ്ധിയിലും ഞാൻ കാണുന്നത് തിന്മയാണോ എന്ന് ചിന്തിക്കുക. റോമാ 12:15 നമ്മോട് പറയുന്നു, സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുവിൻ, വിലപിക്കുന്നവരുടെ കൂടെ വിലപിക്കുവിൻ. ഇവരുടെ എന്ത് സംഭവിക്കുന്നു? സന്തോഷിക്കുന്നവരുടെ സന്തോഷത്തിൽ വിലപിക്കുകയും വിലപിക്കുന്നവരുടെ സങ്കടത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മളിലും ഈ ഒരു ഫരിസേയ മനോഭാവം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് ചിന്തിക്കുക. അവരൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ, അവരൻ്റെ നന്മയിൽ പങ്കുചേരാൻ, അവരുടെ വിലാപങ്ങളിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം നേരെ വിപരീതമായിട്ടാണോ ഞാൻ പ്രവർത്തിക്കുന്നത്? ആരും എനിക്കൊരു വെല്ലുവിളിയാകാൻ പാടില്ല എന്നൊരു മനോഭാവം, ആരും എന്നേക്കാൾ അധികമായിട്ട് വളരാൻ പാടില്ല എന്നൊരു മനോഭാവം നമ്മളെ താഴോട്ട് പിടിച്ച് വലിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന നിമിഷം കർത്താവ് നമ്മോട് പറയുന്ന കാര്യം ഇതാണ്: വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ നിങ്ങളുടെ വിളഭൂമിയിൽ വിള കൊയ്യുവാനായിട്ട് കർത്താവ് നിങ്ങളെ അയച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വിളഭൂമി കുടുംബമായിരിക്കാം, എൻ്റെ വിളഭൂമി കാര്യഭവനായിരിക്കാം, പൗരോഹിത്യ ജീവിതമായിരിക്കാം, ശുശ്രൂഷാ മേഖലകളായിരിക്കാം. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടം നിങ്ങളുടെ വിളഭൂമിയാണ്, നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ നിങ്ങളുടെ വിളഭൂമിയാണ്. ഞാൻ ആയിരിക്കുന്ന, കർത്താവ് എന്നെ അയച്ചിരിക്കുന്ന ഓരോ ഇടവും വിളഭൂമിയാണ്. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ഈശോയ്ക്ക് വേണ്ടി വിശുദ്ധരെ ഉണ്ടാക്കുവാൻ, വിശുദ്ധിയിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാൻ. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഞാൻ ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു. മറ്റുള്ളവരോട് എന്നോട് പെരുമാറുമ്പോൾ ഈ ഒരു ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് കർത്താവ് എനിക്ക് തരുന്ന വിളഭൂമി. ആ വിളഭൂമിയിൽ ആത്മാർത്ഥതയോടെ ആയിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.